നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം പൂരം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യമാണ്. പൂർവജന്മത്തിൽ ഇവർ ആരായിരുന്നു? ഈ പൂരം നക്ഷത്രക്കാർ, അവരുടെ വിശേഷങ്ങൾ എന്തായിരുന്നു പൂർവ്വജന്മത്തില്? ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നിരിക്കും? ഇവരുടെ പൂർവ്വജന്മ രഹസ്യം എന്തായിരിക്കും? അപ്പോൾ ഈ വീഡിയോ കാണുന്നവര് ഒന്ന് ആലോചിക്കണം. അതായത് ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ചിലർ അവിശ്വാസികൾ ഇത് കണ്ടാൽ പറയും ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അവർ പറയും. അപ്പൊ വിശ്വാസികൾ ഇത് കണ്ടാൽ മതി, അവിശ്വാസികൾ കാണണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഈ ജന്മത്തെ പറ്റി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഞാനും ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോ നമ്മുടെ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് എഴുതി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ. 19ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടുമാണ് അവരുടെ പൂർവ്വജന്മത്തെ പറ്റി നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല. ചിലവര് ഇത് കണ്ടുകൊണ്ട് പറയും ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായം കമന്റ് വന്നെന്ന് വരാം. എന്നാൽ ഇതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല. ഇത് ആയില്യം നക്ഷത്രക്കാരുടെ സാമാന്യമായി അവർ മുൻജന്മത്തിൽ ആയില്യം നക്ഷത്രക്കാർ ആരായിരുന്നു എന്നുള്ള സാമാന്യ ഒരു ഫലചിന്തയാണ് ഞാനിവിടെ നടത്തുന്നത്. ഓരോരുത്തരുടെയും അവരുടെ മുൻജന്മകാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവരുടെ ജാതകം പരിശോധിക്കുകയും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5ാം ഭാവവും 9ാം ഭാവവും 12ാം ഭാവവും ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾ ആരായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഇവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതൊരു ജ്യോതിഷനോട് ചോദിച്ചാൽ പറയും. അപ്പൊ അതുകൊണ്ട് ഇത് സാമാന്യമായി പൂരം നക്ഷത്രക്കാർ സാമാന്യമായിട്ട് പൂരം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള സാമാന്യ രൂപമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോ ഒരാളുടെ ജാതകം പരിശോധിക്കണം, അതിലെ ഭാവങ്ങളെയും അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും മനസ്സിലാക്കിയിട്ട് വേണം പൂർവ്വജന്മ കാര്യം പറയാൻ. ഇതൊരു സാമാന്യമായ ഫലമായി നിങ്ങൾ കണ്ടാൽ മതി. ഇതൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ ഇയാൾ എന്തിനാണ് ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ വൃത്തിയായി കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ആവർത്തിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിനും കേതുവിനും ഒക്കെ ചില സ്ഥാനങ്ങളുണ്ട്. അതും കൂടിയൊക്കെ കണക്കിലെടുക്കണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. എന്നാലേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ തയ്യാറാകണം എന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം അവരും ഓരോരോ നക്ഷത്രത്തിൽ ജനിച്ചവരാണല്ലോ. അപ്പൊ അവർക്ക് ഈ വീഡിയോ കണ്ടാൽ അവരും കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നതിന് അത് ഉപകരിക്കും. അപ്പൊ ഈ പൂരം നക്ഷത്രക്കാരുടെ
ഈ ജന്മത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആഡംബരം, സ്നേഹം, കല എന്നിവയുടെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. എന്തൊക്കെയാണ്? ആഡംബരം, സ്നേഹം, കല എന്നിവയുടെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ശുക്രൻ അധിപനായ നക്ഷത്രമാണ് ഈ പൂരം നക്ഷത്രം. ഈ നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ്. ഭഗൻ. ഇവരുടെ 5ാം ഭാവം ധനുരാശിയാണ്. കഴിഞ്ഞ ജന്മം 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ വലിയ ധർമ്മിഷ്ഠരും യോദ്ധാക്കളും ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നവരും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, ഈ പൂരം നക്ഷത്രക്കാരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ നല്ല കഴിഞ്ഞ ജന്മത്തിൽ ധർമ്മിഷ്ഠരും യോദ്ധാക്കളും ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നവരും ആകാനാണ് സാധ്യത. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അത് 9ാം ഭാവം എന്ന് പറഞ്ഞാൽ മേടൻ രാശിയാണ്. അതിന്റെ അധിപൻ ചൊവ്വയാണ്. അപ്പൊ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ വളരെ ധൈര്യശാലികളോ സൈനികരോ മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുത്തിരുന്നവരോ ആയിരിക്കാം. കാരണം ചൊവ്വ എന്ന ഗ്രഹം ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ രാശികളിൽ ചൊവ്വയെ പടയാളി അല്ലെങ്കിൽ സൈന്യാധിപൻ, ഗ്രഹങ്ങളുടെ സൈന്യാധിപനൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ പടയാളികളോ സൈനികരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നവരോ ഒക്കെ ആയിരിക്കാം ഇവർ. ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനത്തിൽ ഇവർ സമാധാനപരമായ ചുറ്റുപാടിൽ തന്റെ പ്രിയപ്പെട്ടവരോടൊത്ത് കഴിഞ്ഞിരുന്നവരായിരിക്കും. അങ്ങനെയാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ഈ പൂരം നക്ഷത്രക്കാർ. ജ്യോതിഷപരമായ സൂചനകൾ വെച്ച് നോക്കിയാൽ പൂരം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച ഒരു ഉന്നത കുലജാതൻ ആയിരുന്നു പൂരം നക്ഷത്രക്കാർ. നല്ലപോലെ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നവരും ആകാൻ സാധ്യതയുണ്ട്. എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ. അങ്ങനെ പൊതുവെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ ഇവർ മുൻജന്മത്തിൽ അനുഭവിച്ച ആഡംബരങ്ങളുടെയും സ്നേഹത്തിന്റെയും ബാക്കി പത്രമെന്നോണം ഈ ജന്മത്തിലും പൂരം നക്ഷത്രക്കാർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും താല്പര്യമുള്ളവരായിരിക്കുകയും ചെയ്യും. മുൻജന്മത്തിലെ ഇവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ജന്മത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇങ്ങനെ ആകാനും സാധ്യതയുണ്ട്. ഇവരാരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉള്ളവരായിരിക്കും. ഒരു പ്രത്യേക വശ്യത ഇവർക്ക് പൂർവജന്മ പുണ്യം കൊണ്ട് ലഭിച്ചിട്ടുള്ളതാണ്. ഇവർക്കൊരു പ്രത്യേക വശ്യതയുണ്ട് ഈ പൂരം നക്ഷത്രക്കാർ. കാരണം ഇവര് ചിങ്ങൻ രാശിയാണല്ലോ. ചിങ്ങൻ രാശിയുടെ അധിപൻ ആരാണ്? സൂര്യനല്ലേ രാശിയുടെ അധിപൻ, നക്ഷത്രത്തിന്റെ അധിപനല്ല. അതായത് ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യചേതസ് ഇല്ലേ? സൂര്യചേതസ് ഉള്ളവരാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് ആരെയും ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക വശ്യത ഇവർക്ക് പൂർവജന്മ അർജിതമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.